നോർമലായുള്ള ഒരു കാറിന്റെ നിർമ്മാണത്തിൽ 40% അതിന്റെ ഫീച്ചേഴ്സിനാണ് വിലയായി നൽകേണ്ടത്. ഒരു കാറിന്റെ ബേസ് മോഡൽ 10 ലക്ഷം രൂപയാണ് എങ്കിൽ അതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ഏകദേശം 25 ലക്ഷം രൂപ വരെ ആകും. അത്രമാത്രം ഫീച്ചർ ലിസ്റ്റ് എൻലെസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാ ഫീച്ചേഴ്സും കസ്റ്റമറിന് ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ 100% പറയാം. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു കാർ പർച്ചേസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ ഏതെല്ലാം ഫീച്ചേഴ്സ് ആണ് കംപ്ലീറ്റ്ലി യൂസ്ലെസ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹൃദയം നിറഞ്ഞ വണക്കം. നമ്മുടെ ലിസ്റ്റില് ആദ്യമായി നോക്കാൻ പോകുന്നത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ. മുൻകാലങ്ങളിൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയിലും റേസിംഗ് കാറുകളിലും പ്രീമിയം കാറുകളിലും മാത്രമായി കണ്ടുവന്നിരുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇന്ന് പല കാറുകളിലും ഒരു ഫീച്ചറായി നൽകുന്നുണ്ട്. ഹൈ പെർഫോമൻസ് കാറിൽ അത്രയധികം സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഷീൽഡിൽ നിന്നും ഒരു സെക്കൻഡ് പോലും കണ്ണെടുക്കാൻ സാധിക്കില്ല. ആ ഒരു കാരണത്താലാണ് എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ നിന്നും കാറുകളിലേക്ക് ഈ ഒരു ഫീച്ചർ വന്നത്. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൈറ്റ് ലൈറ്റിംഗിലും ഹെവി ട്രാഫിക്കിലും ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ നൽകുന്നതിന് പകരം ഡിസ്ട്രാക്ഷൻ ആണ് നൽകുന്നത്. മാത്രമല്ല കാലം ചെല്ലുന്തോറും മെയിന്റനൻസ് കോസ്റ്റും പിക്സൽ ബേൺഔട്ട്, ബാക്ക് ലൈറ്റ് ഫെയിലിയർ അങ്ങനെയുള്ള പല തകരാറുകളും ഇതിന് സംഭവിക്കാം. ഈ ഒരു ഫീച്ചറിന് മാത്രം നൽകേണ്ടത് 20,000-ലും രൂപയാണ്. ഓരോ കാർ ബ്രാൻഡിനനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസവും വരും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതൊരു ഫാൻസി ഫീച്ചറായിട്ട് തോന്നുമെങ്കിലും പലരും ഈ ഫീച്ചറിനെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഓഫ് മോഡിലാണ് വയ്ക്കാറ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റബിൾ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കൺവീനിയൻസിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലിവർ പുള്ളി ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ പോകാനായിട്ട് സാധിക്കും. അത് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എല്ലാ കാര്യങ്ങളും മോട്ടറിന്റെ സഹായത്തോടെ മാറിയപ്പോൾ ഇതും ഇലക്ട്രിക്കായി മാറി. ഒരു ലിവർ പുള്ളി ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ആകുന്ന സീറ്റ് മോട്ടറിന്റെ സഹായത്തോടെ വളരെ സ്ലോവിലാണ് അഡ്ജസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ സമയനഷ്ടം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് സീറ്റ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സമയത്ത് നിങ്ങളെ ഫ്രസ്ട്രേറ്റ് ആക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഈ ഇലക്ട്രിക് സീറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള മറ്റ് സീറ്റുകളെ അപേക്ഷിച്ച് ഏകദേശം 40,000 രൂപയ്ക്ക് മുകളിൽ വില വരും. ബ്രാൻഡുകളുടെ മാറ്റത്തിൽ വിലയ്ക്കും വ്യത്യാസമുണ്ടാകാം. ഈ മോട്ടോർ സെറ്റപ്പ് ഫെയിൽ ആകുന്നതിനും ചാൻസസ് വളരെ കൂടുതലാണ്. ഈ പ്രൈസും നിങ്ങൾ ടോപ്പ് എൻഡ് വേരിയന്റ് എന്ന നിലയിൽ കൊടുക്കേണ്ടതായി വരും. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നോക്കാൻ പോകുന്നത് റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ്. വൈപ്പേഴ്സ് നമുക്ക് ആവശ്യമുള്ള സമയത്താണ് ഓൺ ചെയ്യേണ്ടതും ഓഫ് ആക്കേണ്ടതും. ചില സമയങ്ങളിൽ ഹൈ സ്പീഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പർ ഹ്യൂമൻ വെതറിലും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഷവേഴ്സ് ഉള്ള ഏരിയയിലും ഇൻപ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഇതൊരു ഹൈ കോസ്റ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സെറ്റ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ തന്നെ 25,000 തുടങ്ങി ഏകദേശം 30,000 രൂപ വരെ വില വരും. ബ്രാൻഡുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനും വിലയിൽ വ്യത്യാസം വരാം. ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. ഫൈനലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പനോരമിക് സൺറൂഫ്. ആസ് യൂഷ്വൽ ആയിട്ട് സൺറൂഫിന് വളരെയധികം ഡിമാൻഡാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ സൺറൂഫിന്റെ യൂസേജ് അവയർനെസ് പ്രോപ്പർ ആയിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഹൈ സ്പീഡിൽ പോകുമ്പോൾ സൺറൂഫ് യൂസ് ചെയ്യുന്നതും ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനിൽ എയർ കണ്ടീഷൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ആവുകയുമില്ല. ഇത് പാനോരമിക് സൺറൂഫിന്റെ മേജർ നെഗറ്റീവ് പോയിന്റ് ആണ്. ഇതുപോലെ തന്നെ മറ്റു യൂസ്ലെസ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹൃദയം നിറഞ്ഞ വണക്കം.